ഞാനിതിനു മുമ്പും ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് അത് പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്. അപ്പോൾ ഇത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് കുറേ ആളുകളൊന്നും ഇല്ലെങ്കിലും 3-4 പേര് കണ്ടിന്യൂസ് ആയിട്ട്, ചേട്ടാ ഞാനൊരു പെർട്ടിക്കുലർ വ്യക്തിയുടെ വീഡിയോ കണ്ടു, അതിൽ ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ആപ്പിൽ പൈസ ഇട്ടു, എൻ്റെ പൈസ പോയി, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ചേട്ടൻ ആ വ്യക്തി അറിയില്ലേ, ചേട്ടൻ വിളിച്ചു നോക്ക്. അങ്ങനെയൊക്കെയാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. ബൈ ദ വേ, ആ ടൈമിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതേപോലത്തെ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകളുടെ പൈസ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് എൻ്റെ പൈസ പോയി എന്ന് പറഞ്ഞ് പിന്നെ അതൊരു കണ്ടൻറ്റായി. ഇത് കുറേ കാലമായിട്ട് നടക്കുന്നില്ല. ഞാൻ തന്നെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവർ ഈ പ്രൊമോഷൻ ചെയ്യുന്ന ആപ്പുകൾ ഫ്രോഡാണെന്നോ സ്കാം ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു ആപ്പ് ബാൻ ചെയ്തതാണ് എന്നൊന്നും ഒരു അറിവുമില്ല. ബിനോമോ എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ആപ്പിൽ പൈസ പോയി എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരുടെ വീഡിയോ കണ്ടിട്ടാണോ അത് ഇട്ടിട്ടുള്ളത്, ആ വ്യക്തി നിങ്ങൾ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം പൈസയുടെ കേസല്ലേ. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നേരാവണ്ണം ഒരു കച്ചവടം ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പൈസ ഉണ്ടാക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ പൈസ ഒരു 100,000 ആക്കണമെങ്കിൽ തന്നെ ഒരാൾക്ക് റിയൽ ലൈഫിൽ എത്ര സമയം പിടിക്കും? അപ്പോഴാണ് ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ ഡിജിറ്റലായിട്ട് പൈസ കയറ്റി അത് 100,000 ആയി, 1000, 10,000 ആയി, 10,000 ലക്ഷം ആവുന്നത്. സോ ഇതിനി എന്തോന്നിന്? അതാണ് ചോദ്യം. ബൈ ദ വേ, ഈ ബിനോമോ ആപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ ഷാരിഖ് ഷംസുദ്ദീൻ കുറേ മുമ്പ്, 3 വർഷം മുമ്പ് ഒളിംപ് ട്രേഡ്, IQ ഓപ്ഷൻ, ബിനോമോ, ബൈനറി ഓപ്ഷൻസ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ തംബ്നെയിൽ ഞാൻ വെക്കുന്നുണ്ട്. ആ വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗം തുടക്കം ഞാൻ ഇവിടെ വയ്ക്കുന്നത്, ബാക്കി നിങ്ങൾ കയറി കണ്ടോ. ഇത് കാണുന്ന വ്യൂവേഴ്സിനോടാണ്, നിങ്ങൾ ഇതൊന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇനി അതിൽ പൈസ കൊണ്ടുപോയി ഇടണോ, പൈസ ഇരട്ടിപ്പിക്കാൻ നോക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിക്കുക. ആദ്യം ഇത് കുറച്ച് കണ്ടാൽ മതി, 1 മിനിറ്റ് ചില്ലറേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കയറി കാണണം. ഷാരിഖ് ഷംസുദ്ദീൻ്റെ 3 വർഷം മുമ്പത്തെ പക്ഷേ നിങ്ങൾക്ക് കിട്ടും. IQ ഓപ്ഷൻ എന്നും ഒളിമ്പ് ട്രേഡ് എന്നും ബിനോമോ ട്രേഡിംഗ്, ബിനോമോ ആണോ ബൈനോമോ ആണോ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെയെല്ലാം കുറച്ച് പ്ലാറ്റ്ഫോംസിനെ പറ്റി കേൾക്കുന്നുണ്ടല്ലോ. അതിലും ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആ ഓപ്ഷൻ ട്രേഡിംഗും നമ്മൾ ഇവിടെ പഠിക്കുന്ന ഓപ്ഷൻ ട്രേഡിംഗും സെയിം ആണോ എന്ന് ചോദിച്ചുകൊണ്ട് കുറെ അധികം ഡൗട്ട്സ് എനിക്ക് വന്നു. കൂടുതൽ തവണയും ആഡ് വരുന്നത് ഇങ്ങനത്തെ കമ്പനീസിനെ പറ്റിയാണ്. എന്താണ് ഇവർ ഈ അഡ്വർടൈസ്മെന്റിൽ പറയുന്നത്? വളരെ ഈസിയാണ്. ഇത് ഓപ്ഷൻസ് ട്രേഡിംഗ് ആണ്. പ്രൈസ് മുകളിലേക്ക് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പ് ബട്ടൺ ഞെക്കിക്കോ, താഴോട്ട് പോവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡൗൺ ബട്ടൺ ഞെക്കിക്കോ. അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ, സെക്കൻഡ്സിനുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 90%, 80% ലാഭം കിട്ടും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പല ആഡുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. താജ്മഹലിന്റെ മുന്നിൽ നിന്നുകൊണ്ടും ലിഫ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിനിടയിൽ പൈസ ഉണ്ടാക്കിയിട്ടും അങ്ങനെ വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ കമ്പനീസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കണം എന്ന് പറയുന്നത്? ഇത് സ്കാം ആയതുകൊണ്ടോ, ഇത് ഫ്രോഡുലന്റ് ആയതുകൊണ്ടോ, ഇത് ഇല്ലീഗൽ ആയതുകൊണ്ടോ ആണോ? ഇത് ഇല്ലീഗൽ ആണെന്നാണോ ഞാൻ പറയുന്നത്? ഒരിക്കലുമല്ല. ഇത് സ്കാം ആണ്, ഇല്ലീഗൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഇതുവരെ ഇവരെ ഇല്ലീഗൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ഞാൻ ആരാണ് ഇതിനെ ഇല്ലീഗൽ ആണെന്ന് പറയാൻ? പക്ഷെ എന്റെ പോയിന്റ് അതല്ല. എന്നാലും നിങ്ങൾ ഇതിലേക്ക് പോകരുത് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ബൈനറി ട്രേഡിംഗ് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ളത് അത് കേരളത്തിലാണ്, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ഏത് റീജിയനിലാണ്? ഇന്ത്യയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തത്. ഇന്ത്യയുടെ അകത്ത് ഏതൊക്കെ റീജിയനിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. കണ്ടോ, ഇൻട്രസ്റ്റ് ബൈ സബ് റീജിയൻ. ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഡാർക്കസ്റ്റ് കളർ ഉള്ളത് അത് കേരളത്തിനാണ്. സെർച്ച് ഇൻട്രസ്റ്റ് 100 ആണ്. ഇവിടെ നമ്മൾ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വളരെ പ്രൗഡായിട്ട് കേരളം നിൽക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കേരളം പോലത്തെ അവർക്ക് ഹൈലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് 3 വർഷം മുമ്പ് തന്നെ ഈ ഗ്രാഫിൽ, ഇങ്ങനത്തെ ആപ്പുകൾ നടത്തുന്ന സ്റ്റഡി ഗ്രാഫുകളിൽ കേരളം പോലത്തെ ഒരു നാട്ടിൽ ഇഷ്ടംപോലെ എൻക്വയറീസോ അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട്സോ അവർക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെ കുറിച്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പൈസ ഇരട്ടിപ്പിനെ കുറിച്ചിട്ട് ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ അവർക്കത് ഭയങ്കര പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. അൺടിൽ അൺലെസ് നമ്മുടെ ഗവൺമെൻറ് ഇതൊന്നും ബാൻ ചെയ്യാതെയോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇതിലൊരു കൃത്യമായ ഗൈഡ് ലൈൻസ് കൊണ്ടുവരാതെയോ ഇതിൽ ഓടിക്കേറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ പ്രൊമോഷൻ ചെയ്യുന്ന ചാനലുകളെയോ വ്യക്തികളെയോ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ അടുത്ത് ഇവർ പ്രൊമോഷനായിട്ട് ചെല്ലുന്നു, അവർക്ക് പ്രൊമോഷന് പൈസ കൊടുക്കുന്നു. ആൻഡ് ബൈ ദ വേ കുറേ പേരൊക്കെ
പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് ഇതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് കൊണ്ട് പറയുന്നുണ്ട്, അവരടിയിൽ എഴുതി വെക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഒന്നില്ലെങ്കിൽ കമ്പനി കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ അവർ അഡമൻ സ്റ്റാൻഡ് എടുത്ത് പറയുന്നതായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ബിനോമോൻ്റെ ഒരു 3 ആഡ് ഞാൻ കണ്ടത്. ഒന്ന് നമ്മുടെ നിക് വ്ളോഗ്സിലാണ് ബിനോമോൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആൻഡ് ഈ ബുൾജെറ്റ് ബിനോമോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിഷിംഗ് ഫ്രീക്സ് ബിനോമോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ദിവസം, അതായത് ഒരു 5 days 6 days ഒരു 1 week ഗ്യാപ്പിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരെ കൊണ്ടും ഒരൊറ്റ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യിക്കുക എന്നുള്ള സ്ഥിരം ഒരു ആപ്ലിക്കേഷൻ്റെ സ്ട്രാറ്റജി. ബൈ ദ വേ 3 വീഡിയോ ഞാൻ അവിടെ ഒന്ന് പ്ലേ ചെയ്യാം ജസ്റ്റ്. നമ്മൾ യൂഷ്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള എപ്പോഴും നല്ലതാണ് കേട്ടോ. അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ബിനോമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ബിനോമോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ട്രേഡ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ. സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്താണെങ്കിലും എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകൾ ഒന്നാണ്, നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് UPI, ഫോൺ പേ, അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് വിഡ്രോ ചെയ്യാൻ, ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതും 0 കമ്മീഷൻ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതായത് ഗ്ലോസറീസ്, വീഡിയോ കണ്ടന്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ ഫിഷിംഗ് ഫ്രീക്സ് കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഫിഷിംഗ് ഫ്രീക്സിൻ്റെ ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരും ഈ സെക്കൻഡറി ഇൻകത്തിനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പൈസയുടെ ഒരു ആവശ്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് ആള് ഇപ്പോൾ നമ്മൾ ഫിഷിംഗ് ഫ്രീക്സിനെ, നിക് വ്ളോഗ്സിനെ, ഈ ബുൾജെറ്റിനെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ കയറി കാണുമ്പോൾ ഓക്കെ ഇവർ നമുക്കൊരു സെക്കൻഡറി ഇൻകത്തിനെ കുറിച്ചിട്ടും, അതായത് ഇവർക്ക് ഈ പറഞ്ഞ ബിനോമോൻ്റെ ടീം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ ഓരോ വീഡിയോ കാണുന്നത്. ആ വിശ്വാസ്യതയിൽ നിന്നുകൊണ്ടൊരു സ്ക്രിപ്റ്റാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഡെലിവർ ചെയ്യുന്നത് ഇവർ ചെയ്യണമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ തിങ്ക് ചെയ്യേണ്ടത് ഇനി നിങ്ങളാണ്, സീരിയസ് ആയിട്ട് ജനങ്ങളാണ് തിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫിഷിംഗ് ഫ്രീക്സിൻ്റെ വീഡിയോയുടെ അടിയിൽ ആ ലിങ്ക് ഇട്ടതിന് അടിയിൽ തന്നെ പോയി നോക്കിയാൽ മതി. കുറേ പേര് പറയുന്നത് ചേട്ടാ ഇത് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ഇത് ചെയ്യല്ലേ എന്ന് പറയുക മാത്രമല്ല, നിങ്ങൾ ചെയ്യുവാനും പാടില്ല ആരും. ഓക്കെ, ഫിഷിംഗ് ഫ്രീക്സ് വീഡിയോ ഇട്ടു, നിങ്ങൾക്കത് ഇഗ്നോർ ചെയ്ത് കളയാലോ. വീഡിയോ ഇടേണ്ടത് അവർക്ക് പ്രൊമോഷൻ വന്നു അവരിട്ടു. കാരണം ഇന്ത്യയിൽ ബാൻ ചെയ്ത ഒരു കാര്യമല്ല, ഫ്രോഡാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമല്ല, സ്കാം ആയിട്ട് ആരും കണ്ടിട്ടില്ല. ഷാരിഖ് ഷംസുദ്ദീൻ തന്നെ പറയുന്നുണ്ട്, ഈ സംഗതി ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇതിൽ പൈസ ഇടാതിരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ചെയ്യേണ്ട പരിപാടി. പ്രൊമോഷൻ ചെയ്യുന്നവർ പ്രൊമോഷൻ ചെയ്തിട്ട് പോകുന്നുണ്ട്, അവർ പ്രൊമോഷൻ ചെയ്ത് പോട്ടെ, അവർക്ക് അതിന് കാശ് കിട്ടുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളതിൽ പൈസ ഇടരുത്, അത്രേ ഉള്ളൂ. കാരണം പൈസ പോകുന്നതിൻ്റെ ഒരു അളവ് ഭയങ്കര, അതിൻ്റെ അഡിക്ഷനായി പോകും ഈ സംഗതി. ഇനി അടുത്ത് നിക് വ്ളോഗ്സിന് വീഡിയോ കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ ദിവസവും 1000 രൂപ വരെ കിട്ടുന്ന ഒരു കിഡിലൻ പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്ലാറ്റ്ഫോമിന്റെ പേര് ബിനോമോ എന്നാണ്. അതും പോരായിട്ട് നമ്മൾ ഏൺ ചെയ്ത മണി വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ത്രൂ UPI, Paytm. ബിനോമോ എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വാ, ഇതാണ് ആ പ്ലാറ്റ്ഫോം. ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. ഒന്ന് റിയൽ അക്കൗണ്ട്, ഒന്ന് ഡെമോ അക്കൗണ്ട്. ഡെമോ അക്കൗണ്ട് വെച്ചാൽ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കാൻ റിയൽ അക്കൗണ്ട് ആണ്. പിന്നെ 2-3 ടൈപ്പ് ഓഫ് ഡീൽസ് ഉണ്ട്. ഒന്ന് FTT എന്ന് പറഞ്ഞാൽ 1 minute ട്രേഡിംഗ്, ഇത് 5 seconds ട്രേഡിംഗ്. നമ്മൾ ഇന്ന് എടുക്കാൻ പറ്റുന്നത് 5 seconds ട്രേഡിംഗ് ആണ്. സോ ബേസിക്കലി ഗ്രാഫ് ആക്ച്വലി നിക്ക് ആണെങ്കിലും നേരത്തെ ഫിഷിംഗ് ഫ്രീക്സ് ആണെങ്കിലും ഇനി കാണിക്കാൻ പോകുന്ന നമ്മുടെ ഈ ബുൾജെറ്റ് ആണെങ്കിലും എനിക്ക് ബൈ ദ വേ തൊപ്പിയും ചെയ്തിട്ടുണ്ട്. തൊപ്പിന്റെ വീഡിയോ എനിക്ക് ഇതിന്റെ ഇടയിൽ പോയി, തൊപ്പിയും അച്ചായനും കൂടി വന്നിരുന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ലൈവിനകത്തുണ്ടായിരുന്നു. ആ വീഡിയോ റിമൂവ് ആയിട്ടായിരുന്നു, അത് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തൊപ്പീൻ്റെതും കൂടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തു വെക്കാൻ മറന്നുപോയി. ഇപ്പം തപ്പിയപ്പോൾ കിട്ടിയില്ല രാവിലെ. അപ്പോൾ എന്താണെങ്കിലും ആരാണെങ്കിലും ഓക്കെ, ഈ ബുൾജെറ്റ് ആണെങ്കിലും നിക് വ്ളോഗ്സ് ആണെങ്കിലും ഫിഷിംഗ് ഫ്രീക്സ് ആണെങ്കിലും ആരാണെങ്കിലും ഈ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകാരെ ഒരു ക്രൈറ്റീരിയ കാണും അവർക്ക്. എന്നിട്ട് ആ വീഡിയോ ഇവർ ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോൻ്റെ ആ ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതായിരിക്കില്ല. അവർ കട്ട് ചെയ്ത സെപ്പറേറ്റ് ഒരു സാധനം, ഒരു സ്ക്രിപ്റ്റഡ് സാധനമായിരിക്കും ഈ വീഡിയോനകത്ത് വെക്കുന്നത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. വാൻ ബൈ ദ വേ പെയ്ഡ് പ്രൊമോഷൻ എല്ലാവരും കൊടുക്കാറുണ്ട്, കാരണം ഇപ്പോൾ കൊടുക്കണം യൂട്യൂബിൽ നിന്നാണ്, അപ്പോൾ അവർ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റഡ് സാധനം നമ്മളാണ് മനസ്സിലാക്കേണ്ടത്, കാണുന്ന ആളുകളാണ്. പിന്നെ ഇത് മനസ്സിലാക്കിയിട്ടും ഓക്കെ 1000 ഇട്ടിട്ട് 10,000 എടുക്കാന്ന് പറഞ്ഞാൽ മൈൻഡിൽ പോയി ഇടുന്നവരുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിർത്തും, 1000 പോയി 10,000 കിട്ടിയില്ല. ചിലർക്ക് കിട്ടുന്നുണ്ടാവാം, ചിലർക്ക് പക്ഷേ ഇത് അഡിക്ഷൻ ആവും. 1000 ഇടും, 500 ഇടും, 500 1000 കഴിഞ്ഞാൽ 10,000 ഇടും. അങ്ങനെ പൈസ പോകുന്നവർ നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വളരെ കഷ്ടപ്പാടാണ് പൈസ ഉണ്ടാക്കാൻ. 500 1000 ആക്കുക എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ എത്ര പാടുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറ്റിക്കാൻ പോകണം. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തരം ഉടായ്പ തന്നെ ആവൂടെ.
പിന്നെ ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടിരുന്ന് കാണുക. അതായത് അവർ കറക്റ്റ് മാർക്കറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ അവർ ചുമ്മാ വന്നിരുന്നിട്ട് അവർ 3-4 മറ്റേ യൂട്യൂബ് സെലിബ്രിറ്റീസിനെ കൊണ്ട് വീഡിയോ ചെയ്യിക്കൊന്നുമില്ല. അവർക്ക് കറക്റ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അറിയാം. അതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ വീണതിന് ശേഷം കരഞ്ഞു പിടിച്ച് അയ്യോ പോയെ അവർ പറഞ്ഞിട്ട് ചെയ്തേ ഇവർ പറഞ്ഞിട്ട് ചെയ്തേ, എന്തിന് ചെയ്യാൻ പോണത്? ചെയ്യേണ്ട ആവശ്യം എന്തോ നിങ്ങൾക്ക്? ദിവസം എത്ര കേസ് വരുന്നുണ്ടോ ഇവിടെ, എന്തൊക്കെ തട്ടിപ്പ് നടക്കുന്നു. പിന്നെ നിങ്ങൾ ചെയ്തിട്ട് പിന്നെ അയ്യോ അവർ പറഞ്ഞിട്ട് ചെയ്തു ഇവർ പറഞ്ഞിട്ട് ചെയ്തിട്ട് ആ കാര്യമൊന്നുമില്ല. അവരവരും പറയുന്നത് കേൾക്കാൻ പോവാതിരിക്കുക. പൈസയുടെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് അത്രേ എനിക്ക് പറയുള്ളൂ. പൈസയുടെ കാര്യത്തിലേക്ക് കേൾക്കാൻ പോവാതിരിക്കുക.